നമസ്കാരം. ഭഗവാൻ ശ്രീപരമേശ്വരൻ തന്നെ ഭക്തർക്ക് മലയായി ദർശനം തരുകയാണ് തിരുവണ്ണാമലയിൽ. എന്നാൽ ഒരു മല തന്നെ ശിവലിംഗ വടിവത്തിൽ നിൽക്കുന്നതും കാകഭുജണ്ഡർ സിദ്ധർ ചുഴലിക്കാറ്റായി ഇന്നും ഭഗവാനെ പൂജിക്കാനെത്തുന്ന അതിശയം നടക്കുന്നതുമായ ഒട്ടൻചത്രത്തിനടുത്തുള്ള ഒരു മലയെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു മല്ലികാർജുന സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ദിണ്ടുക്കൽ ജില്ലയിൽ ഒട്ടൻചത്രത്തിനടുത്ത് കീരനൂർ ഗ്രാമത്തിൽ കൊണ്ടരങ്കി എന്ന മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശിവഭഗവാൻ മല്ലികാർജുനേശ്വരർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഒരു വലിയ പാറ തുറന്നുള്ള ചെറിയൊരു കുടവര കോവിലാണിത്. മല അടിവാരത്തിൽ ബ്രഹ്മരാംബ സമേത കെട്ടിമല്ലീശ്വരർ ആലയവുമുണ്ട്. തിരുവണ്ണാമല പോലെ മലയെ ശിവലിംഗ രൂപത്തിൽ ദർശനം തരുകയാണ് ഇവിടെ. പഴനി ധാരാപുരം ഹൈവേയിൽ നിന്ന് നോക്കിയാലേ യാത്രികർക്കിത് വ്യക്തമായി മനസ്സിലാവും. കൊണ്ടരങ്കി മലയ്ക്ക് കീരനൂർ മല എന്നും നാമമുണ്ട്. പർവ്വതമല പോലെ ട്രെക്കിംഗ് ആസ്വാദകരുടെ പ്രിയ സ്ഥലമാണിവിടം. പർവ്വതമലയ്ക്കും കൊണ്ടരങ്കി മലയ്ക്കുമുള്ള വ്യത്യാസം എന്തെന്നാൽ പർവ്വതമലയുടെ ഉയരം 4560 അടി ആണെങ്കിൽ കൊണ്ടരങ്കി മല സമുദ്രനിരപ്പിൽ നിന്നും 3850 അടി ഉയരമാണ്. പർവ്വതമലയിലെ പോലെ കടപ്പാറപ്പാത, ദണ്ഡപാളപ്പാത, ആകാശപാത എന്നിങ്ങനെയുള്ള പാതകളില്ല. പക്ഷേ പാറയിൽ ചെതുക്കിയ പടികൾ മാത്രമാണുള്ളതെങ്കിലും 90 ഡിഗ്രിയിൽ കുത്തനെയുള്ള മലയാണിത്. ശ്രദ്ധ ഒരൽപ്പം തെറ്റിയാൽ ആപത്ത് നിശ്ചയം എന്നത് സംശയമില്ല. കൊണ്ടൽ എന്നാൽ മേഘം. മേഘങ്ങൾ ഇറങ്ങി വന്ന് കീരനൂർ മലയെ പുൽകി പോകുന്നതിനാൽ ഈ മലയ്ക്ക് കൊണ്ടരങ്കി മല എന്ന നാമം വന്നു. ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് താമസിച്ച മലയാണിത്. ഇവിടെയുള്ള ശിവഭഗവാനെ പ്രാർത്ഥിക്കാനായി പാണ്ഡവന്മാർ നിർമ്മിച്ചതാണ് ഈ മലയിലുള്ള ഗുഹകളും തീർത്ഥങ്ങളും എന്നാണ് ഐതിഹ്യം. മല ഉച്ചിയിൽ അർജുനൻ തപസ് ചെയ്ത തപപീഠം ഉണ്ട്. ആ സ്ഥലത്തിരുന്ന് മന്ത്രങ്ങൾ ജപിച്ചാൽ ശിവാനുഗ്രഹം ലഭിക്കും. ആരൊരാൾ ഈ മല ഉച്ചിയിലിരുന്ന് ധ്യാനം ചെയ്താലും അവരുടെ ജീവിതം മാറും എന്ന് സംശയലേശമന്യേ പറയാവുന്ന പുണ്യമലയാണിത്. ചിരഞ്ജീവി അശ്വത്ഥാമാവ് തപസ് ചെയ്ത ഗുഹയുള്ളതും ദേവലോക പശുവായ കാമധേനു ഭഗവാന് നിത്യം പാലഭിഷേകം ചെയ്ത് മോക്ഷമടഞ്ഞതും ഈ മലയിലാണ്. മല ഉച്ചിയിലുള്ള അർജുനൻ വ്യൂഹത്തിലിരുന്ന് ധ്യാനിച്ചാൽ പിതൃക്കളോട് സംവേദിക്കാനാവും എന്ന് ഗ്രാമവാസികൾക്കിടയിൽ പ്രബലമായ സംസാരമുണ്ട്. സാധാരണക്കാർക്കത് സാധിച്ചില്ലെങ്കിലും തീവ്രഭക്തിയും ധ്യാനയോഗവും കൈവരിച്ചവർക്ക് ഒരുപക്ഷെ അത് സാധ്യമായേക്കും. ഇന്നും സൂക്ഷ്മരൂപത്തിൽ സിദ്ധന്മാർ ഇവിടെ തപം ചെയ്യുന്നുണ്ടെന്നും ഭക്തിയും യോഗവുമുള്ള പലർക്കും അവർ അനുഗ്രഹം കൊടുത്തിട്ടുള്ളതായും പറയപ്പെടുന്നു. ഈ മലയിൽ തന്നെ സിദ്ധന്മാരും തപസ്വികളും ധ്യാനം ചെയ്ത ഗുഹകളും പല തീർത്ഥങ്ങളും ഉണ്ട്. കൊണ്ടരങ്കി മല ഉച്ചിയിൽ നിന്നാൽ പഴനിമല കാണാം. പഴനിമല മുരുകനും ഇവിടെയുള്ള മല്ലികാർജുന സ്വാമിക്കും സൂക്ഷ്മരൂപത്തിൽ ബന്ധമുള്ളതായി പറയപ്പെടുന്നു. പിതാവിനെ ദർശിച്ചപടിയെ ശ്രീമുരുകൻ പഴനിയിൽ വാഴുകയാണെന്നും പഴനിമലയിലുള്ള ബാലൻ മുരുകന് ഈശനും ശക്തിയും ഇവിടെ നിന്ന് ദർശനം കൊടുത്തു എന്നുമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഈ മല ഉച്ചിയിൽ നിന്നുകൊണ്ട് മറ്റ് ഭാഗങ്ങളെല്ലാം സർവേ എടുത്തിരുന്നതായി പറയപ്പെടുന്നു. അന്ന് അവർ സ്ഥാപിച്ച സർവേ കല്ല് ഇന്നും മല ഉച്ചിയിലുണ്ട്. പാണ്ഡ്യരാജാവ് ജഡാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ കുഷ്ഠരോഗം പിടിപെട്ട് ദീർഘകാലം ചികിത്സിച്ചിട്ടും അസുഖം മാറിയില്ല. പരിഹാരമായി 9 ശിവക്ഷേത്രങ്ങൾക്ക് തിരുപ്പണികൾ ചെയ്ത് കുംഭാഭിഷേകം നടത്താൻ രാജഗുരു നിർദ്ദേശിച്ചു. കൊണ്ടരങ്കി മലക്കോവിൽ അതിലൊന്നാണ്. ഇവിടെ കുംഭാഭിഷേകം നടത്തിയപ്പോൾ രാജാവിന്റെ അസുഖം മാറിയതായാണ് ഐതിഹ്യം. അക്കാലഘട്ടത്തിൽ ഇവിടെയുള്ള ശിവഭഗവാന് നിത്യവും കീഴെ നിന്ന് ഒരു പശു മല കയറി വന്ന് പാലഭിഷേകം നടത്തിയതായാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അത് കാമധേനുവായിരിക്കാം. കിപി 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാർ ഈ മലയിലുള്ള പാറയിൽ പടികൾ ചെതുക്കി ഭക്തർക്ക് വഴിപാടിന് സൗകര്യമൊരുക്കിയതായി ചരിത്രമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കാകഭുജണ്ഡർ, ഗണപതി എന്ന 2 സിദ്ധന്മാർ തങ്ങളുടെ പൂർവ്വജന്മ കർമ്മവിനയാൽ വീണ്ടും കാക്കകളായി പിറന്നു. അവർ ഈ മലയിൽ താമസിച്ച് ശിവഭഗവാനെ തപസ് ചെയ്തതായാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. കാകഭുജണ്ഡ മുനിക്ക് മല ഉച്ചിയിൽ ഗുഹയുണ്ട്. പക്ഷേ ഭക്തർക്കത് സന്ദർശിക്കുവാൻ സാധ്യമല്ല. ഇതിൽ അതിശയമെന്തെന്നാൽ ഇന്നും ഇടയ്ക്കിടെ വൈകുന്നേരങ്ങളിൽ സന്ധ്യ മയങ്ങുന്ന വേളയിൽ മലയടിവാരത്തിൽ നിന്നും ഒരു ചെറിയ ചുഴലിക്കാറ്റ് പുറപ്പെട്ട് ഭഗവാനെ വണങ്ങാനായി മല ഉച്ചിയിലുള്ള കോവിലിനുള്ളിൽ എത്തുന്നു. ഇത് സ്വല്പ നിമിഷങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കും. കാകഭുജണ്ഡ മഹർഷി ഭഗവാനെ ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ ദർശിക്കാൻ എത്തുന്നതാണ് എന്നാണ് ഇത് നേരിൽ ദർശിച്ച പല ഗ്രാമവാസികളുടെയും ഭാഷ്യം. പുരാണങ്ങളിൽ ഏറെ പ്രശസ്തിയുള്ള ചിരഞ്ജീവിയായ കാകഭുജണ്ഡ മുനി 21 ബ്രഹ്മകൽപ്പങ്ങൾക്കും സാക്ഷിയായി പല 1000 പ്രളയങ്ങളിൽ പ്രപഞ്ചം നശിക്കുന്നതും പിന്നീട് ഉദ്ഭവിക്കുന്നതും കണ്ട് യുഗയുഗങ്ങളിലായി ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാക്കയുടെ രൂപത്തിലുള്ള സിദ്ധരാണ്. അദ്ദേഹത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊണ്ടരങ്കി മല കയറാൻ എത്തുന്നവർ ആദ്യം മലയടിവാരത്തിലുള്ള കെട്ടിമല്ലീശ്വരർ കോവിൽ സന്ദർശിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന സന്നിധിയിൽ ശ്രീപരമേശ്വരൻ ശിവലിംഗ തിരുമേനിയായും ദേവി ബ്രഹ്മരാംബാൾ മംഗളകാരിണിയായും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്ന തീയതിയടക്കം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. അമാവാസി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവുമുണ്ട്. ഈ മല ശിവലിംഗ വടിവമായി ഭക്തർ കരുതുന്നതിനാൽ ചെരുപ്പ് ധരിച്ച് മല കയറുന്നത് അനുവദനീയമല്ല. അപകടം നിറഞ്ഞ യാത്രയായതിനാൽ രാത്രിയിലുള്ള മലകയറ്റവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. വൃദ്ധജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും മല കയറുന്നതിന് തടസ്സമില്ല. രാത്രിയിൽ മലയിൽ തങ്ങാൻ ആരെയും അനുവദിക്കുകയുമില്ല.
ക്ഷേത്രത്തിന്റെ വക കീഴ്മണ്ഡപം, മേൽമണ്ഡപം എന്നിങ്ങനെ കല്യാണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി 2 മണ്ഡപങ്ങളുണ്ട്. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമുള്ള മല കയറാൻ 2 മണിക്കൂറെങ്കിലും എടുക്കും എന്നതിനാൽ അടിവാരത്തുള്ള കോവിൽ മണ്ഡപത്തിൽ തങ്ങി ഭക്തർ അതിരാവിലെ മല കയറുന്നു. മലകയറ്റം ആരംഭിക്കുന്നിടത്ത് മാത്രം കുറച്ച് കൽപ്പടികൾ. പടികൾക്കടുത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭക്തർ അവിടെ വില്ലിയിലയും പൂക്കളും സമർപ്പിച്ച് പടികൾ കയറി തുടങ്ങുന്നു. കുറച്ചു ദൂരത്തേക്ക് മാത്രമാണ് സമതലപാതകൾ. പിന്നീട് അങ്ങോട്ട് ചെങ്കുത്തായ കയറ്റമാണ്. പാറയിൽ തന്നെ ചെതുക്കിയ പടികൾക്കിടയിൽ മല കയറുന്നവർക്ക് സൗകര്യത്തിനായി പിടിക്കാൻ കമ്പികൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് നായ്ക്കർ സമുദായത്തിലെ ആളുകളാണ്. ബൊമ്മി നായ്ക്കർ എന്ന 85 വയസ്സുള്ള പാൽ നായ്ക്കർ ദിനവും ക്ഷേത്രത്തിലേക്ക് 47 വർഷമായി പാൽ കൊണ്ടുവരുന്ന പതിവ് തുടരുന്നു. അദ്ദേഹമാണ് പാതയ്ക്ക് നടുവിലുള്ള ഈ കമ്പികൾ പിടിപ്പിച്ചതെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അപകടം പതിയിരിക്കുന്ന മലയാണിത്. യാത്രയിൽ ഇടയ്ക്കിടെ തീർത്ഥങ്ങളും ഗുഹകളും. അശ്വത്ഥാമ പീഠം എന്ന ഗുഹയിൽ ഭക്തർ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 30 പേരെ ഉൾക്കൊള്ളുന്ന ഗുഹയാണ് പഞ്ചപാണ്ഡവന്മാർ തങ്ങിയതായി പറയപ്പെടുന്ന ഗുഹ. മല ഉച്ചിയിലെത്തുന്നതിന് കുറച്ചു മുമ്പാണ് മല്ലികാർജുന സ്വാമി തിരുക്കോവിൽ. ഈ കുടവരക്കോവിൽ പാണ്ഡ്യമന്നന്മാരുടെ നിർമ്മിതിയാണ്. ഇവിടെ ചെറിയ സന്നിധിക്കുള്ളിൽ ശ്രീപരമേശ്വരൻ ചെറിയ സ്വയംഭൂ ശിവലിംഗമായി മല്ലികാർജുന സ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. സന്നിധിക്ക് മുൻവശത്ത് വിനായകർ, നാഗർ, നന്ദിപ്രതിഷ്ഠകൾ. കോവിലിനടുത്തായി ഒരു വറ്റാത്ത തീർത്ഥം. ഈ തീർത്ഥമാണ് ഭഗവാന് അഭിഷേകത്തിനെടുക്കുന്നത്. ഈ തീർത്ഥം സേവിച്ചാൽ മാറാത്ത അസുഖങ്ങളില്ല എന്നാണ് പറയുന്നത്. മനസമാധാനം ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ഇടമാണിത്. ഈ ശിവക്ഷേത്ര ദർശനത്തിലൂടെ മുക്തിയും മോക്ഷവുമാണ് ഫലം. ഒരു 1/4 മണിക്കൂർ കൂടി നടന്ന് മേലെ പോയാൽ മല ഉച്ചിയിൽ അർജുന വ്യൂഹം എന്ന അർജുനൻ തപസ് ചെയ്ത ഇടം. ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് ഉത്തമം. കോവിലിനും അർജുന വ്യൂഹത്തിനും ഇടയിലാണ് അർജുനൻ സുനെ എന്ന തീർത്ഥം. അർജുന വ്യൂഹത്തിൽ ഒരു സ്തൂപം നിർമ്മിച്ചിരിക്കുന്നു. ഭക്തർ അതിന് മാല ചാർത്തി പൂജ ചെയ്യുന്നു. പർവ്വതമലയിലേതുപോലെ ശൂലങ്ങളും മണികളും ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. മേഘങ്ങളുടെ തലോടലേറ്റ് ഭക്തർക്ക് ഇവിടെ ഇരുന്ന് ധ്യാനിക്കാം. ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചവർക്ക് മാത്രമാണ് ഈ മല കയറി ഭഗവാനെ കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. കാരണം അത്ര പെട്ടെന്ന് എല്ലാവർക്കും ഈ മലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നത് തന്നെ. തിരിച്ചിറങ്ങുമ്പോൾ ഇരട്ടി ശ്രദ്ധയോടെ വേണം ഇറങ്ങാൻ. കാരണം കാറ്റിന്റെ വേഗതയിൽ ഒരൽപ്പം അശ്രദ്ധയുണ്ടായാൽ പോലും അപകടം വരുത്തിവെക്കുന്ന മലയാണ് കൊണ്ടരങ്കിമല. പ്രദോഷം, അമാവാസി, ചിത്ര പൗർണമി, മഹാശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം: കൊണ്ടരങ്കി മലക്കോവിൽ രാവിലെ 8:30 മണി മുതൽ രാവിലെ 10:30 മണി വരെ. മാർഗഴി മാസത്തിൽ മലക്കോവിൽ അതിരാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെ തുറന്നിരിക്കും. പ്രദോഷം, അമാവാസി, പൗർണമി നാളുകളിലും ഉച്ചയ്ക്ക് 1:30 മണി വരെ കോവിൽ തുറന്നിരിക്കും. കീഴെയുള്ള കെട്ടിമല്ലീശ്വരർ കോവിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. ചിത്ര പൗർണമിക്കും മഹാശിവരാത്രിക്കും ക്ഷേത്രം 24 മണിക്കൂറും തുറന്നിരിക്കും. ക്ഷേത്രവൃക്ഷം പാരിജാതം. ക്ഷേത്രതീർത്ഥം കെട്ടിമല്ലി തീർത്ഥം, അർജുനൻ സുനെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പഴനിയിൽ നിന്ന് 45 കിലോമീറ്റർ, ഒട്ടൻചത്രത്ത് നിന്ന് 18 കിലോമീറ്റർ, ദിണ്ടുക്കലിൽ നിന്ന് 48 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒട്ടൻചത്രം, ദിണ്ടുക്കൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.